ഹലോ, ഞാൻ ഇന്നൊരു കൈപ്പക്ക കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. കൈപ്പക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഫസ്റ്റ്. അതിനുശേഷം ചെറുതായിട്ട് മുറിച്ച് വെക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് മുറിക്കുന്നതേ ഉള്ളൂ. അധികം കട്ടിയിലുമല്ല, അധികം കനം കുറച്ചിട്ടുമല്ല, ഒരു മീഡിയം സൈസിൽ മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ വെച്ചാൽ ബാക്കി വരുന്നതും ഇങ്ങനെ വളഞ്ഞതും പൊളഞ്ഞതും ഒക്കെ ആയ കൈപ്പക്കയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കൈപ്പക്ക തന്നെയാണ്, പറയില്ലേ, കട്ടി അധികം കുറയ്ക്കാൻ വേണ്ട, അധികം കട്ടിയിലും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയ കൈപ്പക്ക എടുത്തിട്ട് ഞാൻ മുറിച്ച് വെക്കുവാണ്. മുറിച്ചത് ഫുള്ള് ഒരു പാത്രത്തിൽ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. മുറിച്ചത് ഇനി അടുത്തത് എടുക്കുന്നു. ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കൈപ്പക്കയും കൂടെ ഫുള്ളായിട്ട് മുറിച്ചെടുക്കുകയോ ചെയ്യുന്നത്. എല്ലാം മുറിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിൽ എടുത്ത് ഇടുന്നുണ്ട്. പുഴു ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. പുഴു ഉള്ളതെല്ലാം ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതടുപ്പത്ത് ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ വെള്ളം വെക്കുന്നത്. കാരണം വേറെ പാത്രം ഇടാൻ പറ്റിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലാവുമ്പോൾ കുറച്ച് ഇടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ആവി കയറ്റുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ആവി കയറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് പെരക്കിയിട്ട് ആവിക്ക് വെക്കാം. ഞാനത് ഉപ്പ് പെരക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇടാൻ വിട്ടുപോയി. അപ്പം ഉപ്പ് പെരക്കിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പിൻ്റെ വെള്ളം കുടഞ്ഞാലും മതി. എല്ലാം കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഉപ്പ് വെള്ളം കുടഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയാലും മതി. ഇതിപ്പം ഞാൻ ആ ഇഡ്ഡലി പാത്രത്തെ നിറച്ചും ഞാൻ ആവിക്ക് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുറിച്ച് വെച്ചതാണ്, എടുത്തു ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് സമയം അതൊന്ന് ആവി നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവി കയറുന്ന വിധത്തിൽ അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞ് നന്നായിട്ട് തന്നെ എല്ലാ സൈഡും തന്നെ ഏകദേശം ആവി കയറിയിട്ടുണ്ട്. അധികം അങ്ങ് വെന്തുകൊണ്ട് ആവശ്യമില്ല. അപ്പം കോരി വെക്കുമ്പം തന്നെ എനിക്കൊരുവിധം എല്ലാം തന്നെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് തിരിച്ചും മറിച്ചിടാനൊന്നും തോന്നില്ല. കാരണം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആവി കയറി വെന്ത് കിട്ടണം. അധികം വെന്ത് കഴിഞ്ഞാലും മോശമാണ്, തീരെ വെന്തില്ലെങ്കിലും മോശമാണ്. അപ്പം ഒരുവിധം നന്നായിട്ട് തന്നെ അത് ആവി എല്ലാ സ്ഥലത്തും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഞാനപ്പോൾ തന്നെ അത് എടുത്തിട്ട് ആവി പോയതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. എടുത്തു. എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ ഫുള്ളാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ മേലെ ടെറസുണ്ട്. ടെറസിൻ്റെ മേലെ നല്ല അത്യാവശ്യം വേണ്ട വിധത്തിലുള്ള ഒരു വെയിൽ ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഞാൻ ഉണങ്ങാനിടുക ചെയ്യുന്നത്. മേലെ ടെറസിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു വെള്ള തുണി വിരിച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു തുണിയും കൂടെ വിരിച്ചിട്ട്, കാരണം ഈർപ്പമുള്ളുണ്ടെങ്കിൽ ഇതായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ ഇങ്ങനെ വെതറി ഇടുക ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ ഇവിടെ വെച്ചാൽ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒരു 3 ദിവസം നല്ല വെയിൽ കിട്ടിയാൽ തന്നെ ഒരുവിധം അത് ഉണങ്ങി കിട്ടുന്നതാണ്. എനിക്ക് നല്ല വെയിലാണ്. ഇതിപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസത്തെ വെയിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫൈനലായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന റിസൾട്ടായിട്ട് കൊണ്ടാട്ടം നല്ല അടിപൊളിയായി ഉണങ്ങി വന്ന കൊണ്ടാട്ടമാണിത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കുന്നവർക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. അവസാനം വേണമെങ്കിൽ ഈ കാണുന്ന ഇതിൽ കുറച്ച് ഉപ്പ് വെള്ളം കുടഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വെയിലത്ത് വെക്കാം.